ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹൈബ്രിഡ് വെറൈറ്റീസ് മഴയത്തൊന്നും മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി കിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള തെളിവാണ് കേട്ടോ ഇത്. എനിക്ക് ഇതുപോലെ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് മനസ്സിലായത്. അറിയാം മഴയത്ത് വെക്കാൻ പാടില്ല എന്നുള്ളത്, പക്ഷേ ഈ ഒരു മാസം പാടെ എങ്ങനെയെങ്കിലും മഴയത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇടമഴ അല്ലേ വിചാരിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് മഴ തട്ടിയാൽ എന്തായാലും നമ്മുടെ പ്ലാന്റുകൾ നമുക്ക് നഷ്ടമാകും കേട്ടോ. അപ്പോൾ അതിനൊരു തെളിവാണ് കേട്ടോ ഇത്. അതേപോലെ എൻ്റെ മറ്റൊരു പ്ലാന്റും തന്നെ ഇതുപോലെ നാശമായിട്ടുണ്ട്. നമ്മുടെ മഹാറാണിയാണ് കേട്ടോ. കണ്ടില്ലേ, ലീഫിന് ഇങ്ങനെ ഒരു പ്രശ്നമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഇത് പറ്റ ചീയൽ പോലെ കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, പൂവൊക്കെ കൊഴിഞ്ഞിക്കണു. ഈ ഒരു ഭാഗത്ത് കുറച്ച് പൂവുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിക്കോളിട്ടോ. എനിക്ക് തന്നെ എന്താ സങ്കടമാവുക, കാരണം എൻ്റെ സക്കുറ പ്ലാന്റും നാശാവൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ പൂ വരുന്നുണ്ട്. നമ്മളിതിൻ്റെ പൂ പോലും ശരിക്കും കണ്ടിട്ടില്ല. കൊൽക്കത്തയിൽ നിന്ന് ഒരു 4-5 മാസം മുന്നേ വാങ്ങിച്ചതേനു കേട്ടോ. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് മുട്ടൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇത് തിമ്മ, ഇത് ചീയൽ വരുന്നുണ്ട് കേട്ടോ. ലീഫൊക്കെ ചീയൽ വരുന്നുണ്ട്. അപ്പോൾ മാറ്റാത്ത പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളൊക്കെ എടുത്ത് മാറ്റിക്കോളി കേട്ടോ. പിന്നെ എൻ്റെ സക്കൂറയുടെ ഈ ഒരു പ്ലാന്റിന് നല്ല കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ഞാനിതിവിടെ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുള്ളതാണ്. ഈ സാഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് മഴ തട്ടിയിട്ടുള്ള അവസ്ഥ. പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴഞ്ഞ പോലായിട്ട് ഈ തണ്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് തന്നെ അബദ്ധം പറ്റിപ്പോയി. ഇനി ഒരു മാസം കഴിയട്ടെ എന്നിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ കാലവർഷം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റിക്കോളി. എനിക്കിതുപോലെ കേട് വന്നപ്പോഴാണ് കേട്ടോ മാറ്റാൻ തോന്നിയത്. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ മഴ കൊള്ളട്ടെ, നല്ലോണം കേട് വരികയാണെന്നുണ്ടെങ്കിൽ മാറ്റാമെന്നുള്ളത്. പക്ഷേ ഇന്നും പാടെ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലാന്റിന് എനിക്ക് തിരിച്ച് കിട്ടൂലേന്ന്. ഇതൊക്കെ കണ്ടോ, ബ്രിസ പീച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവാണ്. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൂവിടുന്നത്. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് ഒരു 7 പ്ലാന്റ് നമ്മൾ 4-5 മാസം മുന്നേ വാങ്ങിച്ചതേനു. അപ്പോൾ അതൊക്കെ നമുക്ക് പൂവിടാനുള്ളൊരു പരിവായിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു ഇതിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് ക്രിസ്റ്റീന. അപ്പോൾ ഇതിൻ്റെ പൂവൊന്നും കാണാൻ കൂടിയിട്ടില്ല. മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു, മഴയായത് കാരണമൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ അതാ വേഗം തന്നെ എല്ലാവരും പ്ലാന്റൊക്കെ മാറ്റിക്കോളൂ. എനിക്കൊരുപാട് പ്ലാന്റുകൾ മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഷീറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒക്കെ കെട്ടിയിട്ട് മഴ തട്ടാതെ സേഫായിട്ട് തന്നെ എടുത്ത് വെക്കണം. എന്നാലുള്ളൂ നമുക്ക് അടുത്ത നമ്മുടെ സീസണിൽ നമ്മുടെ ചെടികൾ നമ്മുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കണേ. എല്ലാവരും എന്താ പറയുക, ചെടികളൊക്കെ സേഫാക്കി വെക്കുക. പിന്നെ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ.